മന്ത്രി പി രാജീവിനെതിരെ ട്രാക്കോ കേബിൾ ജീവനക്കാർ മന്ത്രി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. കേസ് ഉള്ളതുകൊണ്ടാണ് ചർച്ചകൾ നടക്കാത്തതെന്നാണ് മന്ത്രി പറയുന്നത്. കമ്പനിക്കോ സർക്കാരിനോ എതിരെ ജീവനക്കാർ കേസിന് പോയിട്ടില്ലെന്നും ജീവനക്കാർ പറഞ്ഞു. കേബിളിനെ രക്ഷിക്കാൻ ഇനിയൊരു പാക്കേജും സാധ്യമല്ല എന്ന മന്ത്രി പി രാജീവിന്റെ പ്രസ്താവന, ഒപ്പം തന്നെ ആത്മഹത്യ ചെയ്ത ജീവനക്കാരന്റെ അല്ലെങ്കിൽ വീട്ടിൽ സാമ്പത്തികമുണ്ട് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എല്ലാം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ജീവനക്കാർ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടി പ്രതികരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ കാണുന്നത്? ഈ ഒരു പുതിയ പാക്കേജിന്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ പോലും അതിന്റെ ജീവനക്കാരന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചെല്ലാമാണ് സംസാരിക്കുന്നത്. ജീവനക്കാരൻ്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ജീവനക്കാരന് ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കും. ആരാണ് ആത്മഹത്യക്ക് ശ്രമിക്കുക? ഇതേമാതിരി മാനസികാവസ്ഥ ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്? അത് മനസ്സിലാകുന്നില്ല. മന്ത്രിയുടെ യുക്തി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞങ്ങളോട് 6 മാസം മുമ്പ് മന്ത്രി പറഞ്ഞ പാക്കേജാണ് ഞങ്ങൾ വിശ്വസിച്ച് ഇത്രയും നാൾ ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. എവിഡൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ മിനിക്സിൻ്റെ കോപ്പി, മന്ത്രിയുടെ ചേംബറിൽ കൂടിയ മിനിക്സിൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് കോപ്പി തന്നതാണ്. ആ മന്ത്രിയാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അല്ല, മന്ത്രി പച്ചക്കള്ള പറയണം. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ചർച്ചയിൽ മിനിറ്റ്സ് ആക്കി എല്ലാ യൂണിയൻ ഔട്ട്സൈഡും ഇൻസൈഡ് യൂണിയൻ നല്ലൊരു സ്പെഷ്യൽ പാക്കേജ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. പിന്നെ കേസിൻ്റെ കാര്യം മന്ത്രി പറഞ്ഞിട്ട് കേസ് കൊടുത്ത് 2 ആഴ്ചയുള്ളൂ. 2 കൊല്ലം ഞങ്ങൾക്ക് സാലറി കണ്ടിന്യൂസ് ആയിട്ടില്ല. 5000 ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 11 മാസമായിട്ട് സാലറി ഇല്ല. കേസ് ഞങ്ങൾ കൊടുത്ത് 2 ആഴ്ച 3 ആഴ്ച ആയിട്ടുള്ളൂ. 6 മാസം മുമ്പ് എടുത്ത് പിരിഞ്ഞു പോയവർക്ക് ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല. ഗ്രാറ്റുവിറ്റി, PF, പല ആനുകൂല്യം. ഇപ്പോഴും അവർക്ക് പൈസ പിരിഞ്ഞു പോയവർക്ക് ശമ്പളം മേടിക്കാൻ പറ്റണില്ല. PF നിന്ന് പെൻഷൻ കിട്ടുന്നില്ല. ഈ മന്ത്രി ഇപ്പോൾ ഈ പറയുന്നതല്ല പച്ചക്കള്ള. അത് ഞങ്ങൾ അതായത് 6 മാസം ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത് 1 വർഷം 1.25 വർഷം മുമ്പ് വരെ പിരിഞ്ഞു പോയവർക്ക് ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം, ഗ്രാറ്റുവിറ്റി, ഒരു മനുഷ്യന് ഏറ്റവും കിട്ടുന്ന ഗ്രാറ്റുവിറ്റി അതുപോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അതാണ് മിനിസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ചത്. അവർ കേസ് കൊടുത്തിട്ട് അതിപ്പോൾ വിധിയായിട്ടുണ്ട് അവർക്ക് അനുകൂലമായിട്ട്. അതാണ് മിനിസ്റ്റർ. ഞങ്ങളിപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥകൾ കൊടുത്തിരിക്കുന്ന കേസ് എന്താ വെച്ചാൽ 2 ആഴ്ച ആയിട്ടുള്ളൂ. അത് അദ്ദേഹം പച്ചക്കള്ളമാണ് പറയുന്നത്. ഇനിയൊരു പാക്കേജ് തരാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുള്ള കാര്യം. ഇപ്പോൾ അദ്ദേഹം വാക്ക് മാറുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. 6 മാസം മുമ്പ് അതിൻ്റെ മിനിറ്റ്സ് അടക്കം ഞങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി തരാം, മിനിസ്റ്റർക്കും തരാം, നിങ്ങൾക്കും തരാം. അദ്ദേഹത്തിൻ്റെ ചേംബറിൽ കൂടി യൂണിയൻ നേതാക്കൾക്ക് ഉറപ്പ്. ഇപ്പോൾ അദ്ദേഹം എന്താണ് അങ്ങനെ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. പിന്നെ മരിച്ചുണ്ടെങ്കിൽ സാമ്പത്തികം, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് സ്വന്തമായിട്ടുള്ള വരുമാനം ഇല്ലാതാവുമ്പോൾ എത്രയൊക്കെ ഭാര്യയ്ക്ക് സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുക്കാനില്ലാണ്ട് നമ്മൾ അവൻ്റെ ഗതികേട് അറിയുള്ളൂ. അത് മിനിസ്റ്റർ പറയുന്നത് തെറ്റായുള്ള ഒരു ഇതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് സാമ്പത്തികം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി ഉണ്ടല്ലോ എന്ന് പറയുന്നതൊക്കെ ബാലിശമായുള്ള ഇതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രതികരണം പൂർണ്ണമായും തന്നെ തള്ളുകയാണ് ജീവനക്കാർ. ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് തൊഴിലാളികൾ ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്യുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.